100 പേർക്കാണ്. 1,42,588 പരിശോധനയാണ് നടത്തിയത്. മരണം 57 പേരുണ്ട്. 3,56,872 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. നിലവിൽ 2,40,000 ഡോസ് വാക്സിനാണ് സ്റ്റോക്കുള്ളത്. പരമാവധി 2 ദിവസത്തേക്ക് മാത്രമേ അത് തികയൂ. 4 ലക്ഷം ഡോസ് കോവിഷീൽഡും 75,000 ഡോസ് കോവാക്സിനും ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെയ് 3 കണക്കുകൾ പ്രകാരം കേരളത്തിൽ 270.2 മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജൻ സ്റ്റോക്കിലുണ്ട്. 8.97 മെട്രിക് ടൺ മെഡിക്കൽ ഓക്സിജൻ സിലിണ്ടറായും സ്റ്റോക്കുണ്ട്. 108.35 മെട്രിക് ടൺ ഓക്സിജനാണ് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് വേണ്ടി വരുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അത് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനാകണം എന്നാണ് ഇന്ന് ചേർന്ന അവലോകന യോഗം കണ്ടത്. ഓക്സിജൻ ലഭ്യതയുമായി ബന്ധപ്പെട്ട് നടപടികളെടുക്കണം. ജില്ലകളിൽ വിഷമങ്ങളുണ്ടായാൽ ഇടപെടണം. വിക്ടേഴ്സ് ചാനൽ വഴി കോവിഡ് രോഗികൾക്ക് ഫോൺ ഇൻ കൺസൾട്ടേഷൻ നൽകും. അത് മുഴുവൻ സമയവും നൽകുന്ന രീതിയാണ് സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ സ്വകാര്യ ചാനലുകൾ ഡോക്ടർമാരുമായി ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്താൻ സൗകര്യമൊരുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അതിൽ അവരുടെ സംഘടനകളുമായൊക്കെ ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കും. അടുത്ത 2 ആഴ്ച കോവിഡുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്ത റിട്ടേണിംഗ് ഓഫീസർമാരെ നിയോഗിക്കും. ആ റിട്ടേണിംഗ് ഓഫീസർമാർ ഇനി ഉള്ള 2 ആഴ്ച കോവിഡ് പ്രവർത്തനങ്ങളിലാണ് മുഴുകേണ്ടത്. അതോടൊപ്പം തന്നെ ടെലിമെഡിസിൻ ഇപ്പോൾ നന്നായി നടക്കുന്നുണ്ട്. അത് കൂടുതൽ ഫലപ്രദമാക്കാൻ കഴിയണം. അതിൽ വരുന്ന ഒരു വിഷമം, ഒരു രോഗി ഒരു തവണ ബന്ധപ്പെട്ട് പിന്നീട് ബന്ധപ്പെടുമ്പോൾ അതേ ഡോക്ടർ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഒരു രോഗിക്ക് ഒരു തവണ ബന്ധപ്പെട്ട ഡോക്ടർമാരെ തന്നെ ബന്ധപ്പെടാനാകുന്നതാണ് സൗകര്യം. ഈ കാര്യത്തിൽ സ്വകാര്യ ഡോക്ടർമാരുടെ പങ്കാളിത്തം കൂടി പങ്കുവഹിക്കണം. അവരുടെ സംഘടനകളും അക്കാര്യം ശ്രദ്ധിക്കണം. ബെഡുകൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ KTDC ഉൾപ്പെടെയുള്ള ഹോട്ടലുകളുടെ സൗകര്യം സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ബെഡുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയെടുക്കാൻ കണ്ടിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ ഓൺലൈനായി വിതരണം ചെയ്യുന്നതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ഹോർട്ടികോർപ്പ്, കൺസ്യൂമർ ഫെഡ് ഇവരൊക്കെ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കണ്ടിട്ടുണ്ട്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും
വാക്സിൻ എടുക്കാത്തവർക്ക് ഉടനെ വാക്സിൻ നൽകും. അതോടൊപ്പം തന്നെ മൃഗചികിത്സകർക്ക് വാക്സിൻ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഓഫീസുകളിൽ ഹാജർ നില 25% തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ആവശ്യം വേണ്ട ഓഫീസുകൾ മാത്രമേ പ്രവർത്തിക്കേണ്ടതുള്ളൂ. അല്ലാത്ത ഓഫീസുകൾ ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കണമെന്നില്ല. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ വളണ്ടിയർമാരെ നിയോഗിക്കണം. അതോടൊപ്പം ആവശ്യമായത്ര പോലീസ് സഹായവും ഉറപ്പാക്കണം. ഇന്നത്തെ അവലോകന യോഗം അത്തരമൊരു നിലപാടെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്ന ദിവസം പൗരബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംയമനത്തോടെ പെരുമാറിയ കേരള ജനതയെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ നമ്മുടെ സമൂഹത്തിനാകെ കഴിഞ്ഞു. തീർച്ചയായും അഭിമാനാർഹമായ കാര്യമാണത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിലുണ്ടാകുന്ന വർധനവ് കാണിക്കുന്നത് കേരളത്തിൽ രോഗം ഉച്ചസ്ഥായിയിലെത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ്. രോഗവ്യാപനം ഇനിയും കൂടുമെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം. ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്ത് എന്ന ജേർണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പഠനം വ്യക്തമാക്കുന്നത് ഒന്നാമത്തെ തരംഗത്തിൽ നിന്നും വ്യത്യസ്തമായി നഗരങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ഗ്രാമീണ മേഖലകളിലേക്ക് കൂടി ഇന്ത്യയിലെ കോവിഡിൻ്റെ രണ്ടാം തരംഗം വ്യാപിച്ചു എന്നാണ്. ഇന്ത്യയിൽ ഇത്തവണ മരണങ്ങൾ വർദ്ധിക്കാൻ ഇത് കാരണമായതായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ ദൗർലഭ്യം ഈ സ്ഥിതിവിശേഷത്തെ കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുന്നു. പഞ്ചാബിൽ 80% കൂടുതൽ ആളുകൾ ലക്ഷണങ്ങൾ വളരെ കൂടിയ ഘട്ടത്തിലാണ് ചികിത്സ തേടി എത്തിയത് എന്നും പഠനം വ്യക്തമാക്കുന്നു. കേരളത്തിലും രണ്ടാമത്തെ തരംഗത്തിൽ ഗ്രാമീണ മേഖലകളിൽ മുൻപുള്ളതിനേക്കാൾ കേസുകൾ കൂടുന്ന പ്രവണത കാണുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടത്തിയൊരു പഠനം കണ്ടെത്തിയത് 50% ആളുകളിലേക്ക് രോഗം പകർന്നത് വീടുകളിൽ വെച്ചാണ് എന്നാണ്. ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു പ്രശ്നമാണിത്. എല്ലാവരും അവരവരുടെ കുടുംബത്തിനു ചുറ്റും ഒരു സുരക്ഷാ വലയമൊരുക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ കർശനമായ ജാഗ്രത പുലർത്തണം. വീട്ടിലെ വയോജനങ്ങളും കുട്ടികളും ആയി ഇടപഴകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. കഴിയാവുന്നത്ര വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്നതാണ് ഈ ഘട്ടത്തിലെടുക്കാവുന്ന ഏറ്റവും പ്രധാന മുൻകരുതൽ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കിയതിൻ്റെ ഫലമായി രോഗവ്യാപനത്തിൻ്റെ തോത് 60% കുറക്കാനായി എന്നാണ് ജപ്പാനിൽ നടന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ആളുകൾ കഴിയുന്നത്ര വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഈ സന്ദർഭത്തിൽ അനിവാര്യമായ കാര്യം.
സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവർ ഏറ്റവും അടുത്ത കടയിൽ നിന്നും ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ വാങ്ങുക. പോകുന്ന സമയത്ത് ഡബിൾ മാസ്കുകൾ ഉപയോഗിക്കുക, അകലം പാലിക്കുക, സാനിറ്റൈസർ കയ്യിൽ കരുതുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കൈകാലുകളും മുഖവും സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കണം. കുളിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വസ്ത്രങ്ങൾ മാറുകയും വേണം. തുമ്മൽ, ചുമ, ജലദോഷം, ശ്വാസം മുട്ടൽ തുടങ്ങിയ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ വീട്ടിലാണെങ്കിലും മാസ്ക് ധരിക്കണം. വീട്ടിലെ മറ്റംഗങ്ങളും മാസ്ക് ധരിക്കണം. ഉടനടി ടെസ്റ്റിന് വിധേയമാവുകയും കോവിഡ് രോഗബാധയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. മറ്റു വീടുകൾ സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ട ഘട്ടമാണിത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകേണ്ടതുണ്ടെങ്കിൽ മാസ്കുകൾ ധരിച്ചും കൈകൾ സാനിറ്റൈസ് ചെയ്തുമായിരിക്കണം അകത്തേക്ക് കയറേണ്ടത്. വരുന്നയാൾ മാത്രമല്ല, വീട്ടിലുള്ളവരും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ സന്ദർശകരുമായി ഇടപഴകാൻ പാടുള്ളൂ. കോവിഡ് വന്നേക്കാമെന്ന് ഭയപ്പെട്ട് വീട്ടിലെ ജനലുകൾ പലരും അടച്ചിടാറുണ്ട്. അത് തെറ്റായ രീതിയാണ്. ജനലുകളെല്ലാം തുറന്ന് വീടിനകത്ത് കഴിയാവുന്നത്ര വായുസഞ്ചാരം ഉറപ്പുവരുത്താനാണ് ശ്രമിക്കേണ്ടത്. വായുസഞ്ചാരം ഉണ്ടാകുമ്പോൾ രോഗം പകരാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. ആളുകൾ നിരന്തരമായി സ്പർശിക്കുന്ന പ്രതലങ്ങൾ, ഉദാഹരണമായി വാതിലുകളുടെ ഹാൻഡിലുകൾ, സ്വിച്ചുകൾ തുടങ്ങിയവ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്യുന്നതും നല്ലതാണ്. ഇത്തരത്തിൽ വീട്ടിൽ മാസ്കുകൾ ധരിക്കേണ്ട സാഹചര്യത്തിൽ അവ ധരിച്ചും പുറത്തിറങ്ങുന്നത് പരമാവധി കുറച്ചും, പുറത്തിറങ്ങുന്നവർ ശരീരം ശുചിയാക്കിയും വയോജനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകിയും ഗൃഹസന്ദർശനങ്ങൾ ഉപേക്ഷിച്ചും വീടിനകത്തെ വായുസഞ്ചാരം ഉറപ്പാക്കിയും വീടിനകത്തെ ശുചിത്വം പാലിച്ചും കോവിഡ് രോഗബാധ ഏൽക്കാത്ത ഇടങ്ങളായി നമ്മുടെ വീടുകളെ മാറ്റാൻ ഓരോരുത്തരും മുൻകൈ എടുക്കണം. കേന്ദ്ര സർക്കാരിൽ നിന്നും നമുക്ക് ലഭിച്ചത് 73,38,860 ഡോസ് വാക്സിനാണ്. എന്നാൽ നമ്മൾ നല്ല രീതിയിൽ ആ വാക്സിൻ മുഴുവനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഓരോ വാക്സിൻ വയലിനകത്തും 10 ഡോസ് കൂടാതെ വേസ്റ്റേജ് ഫാക്ടർ എന്ന നിലക്ക് 1 ഡോസ് അധികമുണ്ടായിരിക്കും. വളരെ സൂക്ഷ്മതയോടെ ഒരു തുള്ളി പോലും പാഴാക്കാതെ ഉപയോഗിച്ചതിനാൽ ഈ അധിക ഡോസ് കൂടെ നമുക്ക് നൽകാൻ സാധിച്ചു. അതുകൊണ്ടാണ് 73,38,860 ഡോസ് നമുക്ക് ലഭിച്ചപ്പോൾ
74,26,164 ഡോസ് നാം ഉപയോഗിച്ചത്. 3,15,580 ഡോസ് വാക്സിൻ കൂടെ നമ്മുടെ പക്കൽ ഇനിയും ബാക്കിയുണ്ട്. കേന്ദ്ര സർക്കാർ തന്നതിൽ കൂടുതൽ നമ്മൾ ഇതിനോടകം നൽകിക്കഴിഞ്ഞുവെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ അതീവ ശ്രദ്ധയോടെ വാക്സിൻ വിതരണം ചെയ്യാൻ സാധിച്ചത് ആരോഗ്യ പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് നഴ്സുമാരുടെ മിടുക്കുകൊണ്ടാണ്. ആരോഗ്യ പ്രവർത്തകരെ ഇക്കാര്യത്തിൽ ഹാർദമായി അഭിനന്ദിക്കുന്നു. അഭിമാനാർഹമായ വിധത്തിലാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തിച്ചത്. 18 വയസ്സ് മുതൽ വാക്സിൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചത് പ്രാവർത്തികമാക്കാനുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. മുൻപ് നടന്ന പത്രസമ്മേളനത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാകാൻ കൂടുതൽ സ്വകാര്യ ആശുപത്രികൾ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പുതുതായി 11 സ്വകാര്യ ആശുപത്രികൾ കൂടെ ഈ പദ്ധതിയുടെ ഭാഗമായിരിക്കുകയാണ്. അവരെ ഹാർദമായി അഭിനന്ദിക്കുന്നു. കൂടുതൽ ആശുപത്രികൾ ഈ പാത പിന്തുടരണം. കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ അത് സഹായകമാകും. സംസ്ഥാനത്തെ കോവിഡിനെതിരായ പോരാട്ടം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളും ഫലപ്രദമായി ഇടപെടുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ മെഡിക്കൽ ഓക്സിജൻ സംഭരണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടറുകൾ സംഭരിച്ച് സൂക്ഷിക്കാൻ വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ സിലിണ്ടർ സ്റ്റോക്ക് റൂം സജ്ജമാക്കി. ആരോഗ്യ കേന്ദ്രങ്ങളിലും CFLTC അടക്കമുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലും ഓക്സിജൻ സുഗമമായി ലഭിക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ 50% കിടക്കകൾ കോവിഡ് രോഗികൾക്കായി മാറ്റിവെക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോഴും 50% കിടക്കകൾ സജ്ജമാക്കാത്തവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആനിമൽ ഡേ കെയർ സെൻ്റർ തുടങ്ങി. കോട്ടയം ജില്ലയിൽ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങളുടെ ലഭ്യത മുൻകൂട്ടി അറിയുന്നതിന് പ്രത്യേക കൺട്രോൾ സെൽ തുറന്നു. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം 32.9% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. സമ്പർക്കത്തിലൂടെ വീടുകളിൽ തന്നെ കൂടുതൽ ആളുകൾക്ക് രോഗം പകരുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായ രോഗലക്ഷണമില്ലാത്തവരെ ഡൊമിസിലറി കെയർ സെൻ്ററുകളിലേക്ക് മാറ്റും. കണ്ണൂർ ജില്ലയിൽ ചികിത്സാ സൗകര്യം ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി സർക്കാർ ആശുപത്രികൾക്ക് പുറമെ എല്ലാ സ്വകാര്യ സഹകരണ ESI ആശുപത്രികളിലെയും പകുതി കിടക്കകൾ കോവിഡ് ചികിത്സക്ക് മാത്രമായി മാറ്റിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഗുരുതര രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന
കാറ്റഗറി BC വിഭാഗങ്ങളിൽപ്പെട്ട കോവിഡ് രോഗികളെയാണ് ഇവിടെ പ്രവേശിപ്പിക്കുക. ചികിത്സയ്ക്ക് ആവശ്യമായ കിടക്കകൾ, D ടൈപ്പ് ഓക്സിജൻ സിലിണ്ടറുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ തുടങ്ങിയവ ഉറപ്പുവരുത്തുന്നതിനായി സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ പ്രധാന ആശുപത്രികളിലും ഓരോ ഇൻസിഡൻറ്റ് കമാൻഡറെ നിയമിച്ചിട്ടുണ്ട്. ഓരോ ആശുപത്രിയിലും ഓക്സിജൻ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ജോലിക്കാർക്ക് സമീപ പ്രദേശത്ത് തന്നെ താമസ സൗകര്യം ഒരുക്കേണ്ട ചുമതല ഉടമസ്ഥർക്കുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ യാത്ര ഒഴിവാക്കാനാണ് ഇത്. താമസ സൗകര്യം ഒരുക്കാൻ കഴിയില്ലെങ്കിൽ ജോലിക്കാർക്ക് യാത്ര ചെയ്യാനായി വാഹന സൗകര്യം ഏർപ്പെടുത്തണം. കൂലിപ്പണിക്കാർ, വീട്ടുജോലിക്കാർ മുതലായവരുടെ യാത്ര ചില സ്ഥലങ്ങളിൽ പോലീസ് തടസ്സപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ജോലിക്കാരുടെ യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകി. പൊതുസ്ഥലങ്ങളിൽ പോകുന്നവർ 2 മാസ്ക് ധരിക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ പലരും ഈ നിർദ്ദേശം പാലിക്കുന്നതായി കാണുന്നില്ല. സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മറ്റുള്ളവരിലേക്ക് രോഗം പടരുന്നത് തടയുന്നതിനുമാണ് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത്. അത് കൃത്യമായി പാലിക്കണമെന്നാണ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. 2 മാസ്ക് ഉപയോഗിക്കുന്നവർ ആദ്യം സർജിക്കൽ മാസ്ക്, പുറമെ തുണി മാസ്കുമാണ് ധരിക്കേണ്ടത്. അല്ലെങ്കിൽ N95 മാസ്ക് ഉപയോഗിക്കണം. മാർക്കറ്റിലും മറ്റ് കച്ചവട സ്ഥാപനങ്ങളിലും എത്തുന്നവരും ജീവനക്കാരും പരസ്പരം കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കണം. ഓക്സിജൻ, മരുന്നുകൾ മുതലായവ അവശ്യ വസ്തുക്കളാണ്. ഇത്തരം അവശ്യ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് റോഡിൽ ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ലെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം വാഹനങ്ങൾക്ക് ആവശ്യമെങ്കിൽ പോലീസ് എസ്കോർട്ടും നൽകും. ഇവിടെ നീക്കം സുഗമമാക്കാൻ ജില്ലാതലത്തിൽ ഒരു നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തും. സംസ്ഥാന തലത്തിൽ ഇക്കാര്യം നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ക്രമസമാധാന വിഭാഗം ADGPക്കായിരിക്കും. വാർഡ് തല സമിതികൾ, റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നിവയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തും. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇവയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ എത്തിക്കാൻ ശ്രമിക്കും. ക്വാറന്റൈൻ ലംഘനം കണ്ടെത്തുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമായി വാർഡുകൾ തോറും നിയോഗിച്ച വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം വിജയകരമാണ്. വനിതാ പോലീസ് സ്റ്റേഷൻ, വനിതാ സെൽ, വനിതാ സ്വയം പ്രതിരോധ സംഘം ഇവയിലെല്ലാമുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. വനിതാ മോട്ടോർ സൈക്കിൾ പെട്രോൾ സംഘത്തിൻ്റെ പ്രവർത്തനവും വിവിധ ജില്ലകളിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 17,730 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സാമൂഹ്യ അകലം പാലിക്കാതിരിക്കുന്നതിന് 9,551 പേർക്കെതിരായും നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിഴയായി ഈ കഴിഞ്ഞ ദിവസം ഈടാക്കിയത്
56,34,500 രൂപയാണ്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഈ പരിപാടി നിങ്ങൾ